രാജ്യത്തെ ആകെ നടുക്കിയ ഭീകരാക്രമണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വർഷങ്ങളായുണ്ടായിരുന്ന കരാറുകൾ പലതും റദ്ദു ചെയ്യുന്നു. പാകിസ്ഥാന് കുടിവെള്ളം നൽകാത്ത തരത്തിലേക്കുള്ള പ്രവൃത്തി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാകിസ്ഥാൻ അതിന് ആക്രമണം എന്ന രീതിയിൽ മറുപടി നൽകുന്നു. ഇനി നടക്കാൻ പോകുന്നത് മഹായുദ്ധമോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കുടിവെള്ളം മാത്രമല്ല, കരാറുകളിൽ പലതും റദ്ദാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനി പൗരന്മാരോട് ഏറ്റവും അടുത്ത ദിവസം തന്നെ രാജ്യം വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനോ ആരോഗ്യപരമായ പ്രശ്നവുമായ അടിസ്ഥാനത്തിലോ എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിലും എത്രയും വേഗം രാജ്യം വിട്ടു പോകണമെന്നും ഒരു പാകിസ്ഥാനി പോലും ഈ രാജ്യത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ സംസ്ഥാനത്തിൻ്റെയും മുഖ്യമന്ത്രിമാരുടെ ചുമതലയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടി നൽകാൻ പോവുകയാണ് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടികൾ ഫലം കണ്ടു തുടങ്ങിയതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. നയതന്ത്ര തലത്തിലും വ്യാപാര മേഖലയിലും ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചതിനാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത മരുന്ന് ക്ഷാമം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് മരുന്നുകൾ വലിയ തോതിൽ സംഭരിക്കുവാനുള്ള അടിയന്തര നടപടികളാണ് പാക് അധികൃതർ ആരംഭിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ കർശന നടപടികൾ സ്വീകരിച്ചത്. തീവ്രവാദ സംഘടനകൾക്ക് പാക് ചാര സംഘടനയായ ISIയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. തിരിച്ചറിഞ്ഞിട്ടുള്ള ഭീകരരിൽ പലരും പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനം നടത്തിയിട്ടുള്ളവരുമാണ്. സിന്ധു നദീജല കരാർ നിർത്തിവെക്കുവാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മറുപടി എന്നോണം പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചിരുന്നു. പാകിസ്ഥാനിലെ ആരോഗ്യ മേഖല മരുന്നുകൾ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾക്കുമായി വലിയ തോതിൽ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് രോഗികളുടെ ജീവന് കൂടി ഭീഷണിയാകുമെന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അവശ്യ മരുന്നുകളുടെ സംഭരണം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ തൽക്കാലം ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തുമെന്ന സൂചന ഇല്ലെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര നടപടികളാണ് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി സ്വീകരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്നത്. അട്ടാരി വാഗ അതിർത്തികളിലെ പ്രധാന വ്യാപാരി പാതകൾ അടച്ചിട്ടതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. മാരകമായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾക്കും പാകിസ്ഥാനിൽ നിന്ന് നിരവധി രോഗികളാണ് ദിനംപ്രതി ഇന്ത്യയിൽ എത്തുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ നിർത്തിവെച്ചതോടെ രോഗികളുടെ ചികിത്സയും പ്രതിസന്ധിയിലാകും. ഇതിന് പിന്നാലെയാണ് മരുന്നുക്ഷാമം കൂടി നേരിടേണ്ടി വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. മരുന്നുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ബദൽ മാർഗങ്ങളാണ് തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു. മരുന്നുകളുടെ അസംസ്കൃത വസ്തുക്കൾക്കായി പാകിസ്ഥാൻ നിലവിൽ ഇന്ത്യയെ 30% മുതൽ 40% വരെ ആശ്രയിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടതോടെ ചൈന, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നത്. ആന്റി റാബീസ് വാക്സിനുകൾ, പാമ്പിൻ വിഷത്തിനുള്ള ആന്റിവെനം, ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, മോണോക്ലോണൽ ആന്റിബോഡികൾ തുടങ്ങി ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ചികിത്സകൾക്കുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഏജൻസി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും അവശ്യ മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതിനിടെ വ്യാപാര ഉപരോധങ്ങളിൽ നിന്ന് ആരോഗ്യരംഗത്തെ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ജീവൻ രക്ഷാ മരുന്നുകളുടെ അസംസ്കൃത വസ്തുക്കൾക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്നതിനാൽ ഔഷധ മേഖലയെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ചെയർമാൻ തൗക്കീർ ഉൽ ഹഖ് പറഞ്ഞു. എന്തായാലും സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു. അതിന് തൊട്ടുപിന്നാലെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരോഗ്യരംഗത്തുള്ള ബന്ധവും വിച്ഛേദിക്കുവാൻ പോവുകയാണ്. അത് പാകിസ്ഥാനെ പലതരത്തിൽ ക്രൂശിക്കും. അത് രാജ്യത്തിന്റെ ആരോഗ്യസ്ഥിതിയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് മാറുമെന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ഏത് തരത്തിലേക്കാണ് യുദ്ധത്തിന്റെ മുഖം മാറുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.